ഉൾക്കടലിൽ തല ഉയർത്തി നിൽക്കുന്ന പച്ചപ്പ് നിറഞ്ഞ കൂറ്റൻ പാറക്കെട്ടുകൾ. അതിമനോഹര കാഴ്ചകളിലേക്ക് സഞ്ചാരികളെ കൊണ്ടുപോകുന്ന ബോട്ടും ബോട്ടിലെ രുചികരമായ വിഭവങ്ങളും. അതിവിശാലമായ ഉൾത്തളങ്ങളുള്ള ഭീമാകാരമായ ഗുഹ. കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമയേകുന്ന കാഴ്ചകളിലേക്ക് പോകാൻ കയാക്കുകൾ. ഉൾക്കടലിൻ്റെ വിശാലമായ ദൂരക്കാഴ്ചകൾ സമ്മാനിക്കുന്ന ടീ ടോപ്പ് ഐലൻഡ്. കാണാം വിയറ്റ്നാമിലെ ഹാലോങ് ബേയിലെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ. വിയറ്റ്നാമിലെ ട്രാവൽ കമ്പനി ഏർപ്പാടാക്കിയ ബസ്സിൽ ഹാലോങ് ബേയിലേക്ക് പോവുകയാണിപ്പോൾ. വിശാലമായി പരന്നുകിടക്കുന്ന കൃഷിയിടങ്ങളൊക്കെ പിന്നിട്ട് എക്സ്പ്രസ് വേയിലൂടെ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. യാത്രക്കിടയിൽ ബസ്സിലെ ജീവനക്കാരൻ യാത്രക്കാർക്ക് ഓരോ ടാഗുകൾ വിതരണം ചെയ്യുന്നുണ്ട്. ബസ്സിൻ്റെ നമ്പറാണിത്. പാർക്കിംഗ് ഏരിയയിലൊക്കെ ഒരുപാട് വാഹനങ്ങൾ ഉണ്ടായിരിക്കും. അതിൽ നിന്നും സഞ്ചാരികൾക്ക് അവരുടെ ബസ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനാണ് ഈ ടാഗ് നൽകുന്നത്. കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം ചെറിയൊരു ബ്രേക്ക് എടുക്കാനായി ഹൈവേക്ക് സൈഡിലായി ബസ് നിർത്തി. ഭക്ഷണം കഴിക്കാനും വാഷ്റൂമിൽ പോകാനുമൊക്കെയാണ് ഇവിടെ ബസ് നിർത്തിയിരിക്കുന്നത്. ഇതാണ് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ബസ്. ഇവിടെ 30 മിനിറ്റാണ് അനുവദിച്ചിരിക്കുന്നത്. സഞ്ചാരികളെയും കൊണ്ടുവന്ന ഒരുപോലുള്ള ഒട്ടേറെ വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നു. നേരത്തെ നമുക്ക് നൽകിയിട്ടുള്ള ബസ് നമ്പർ അടങ്ങിയ ടാഗ് ഈ സാഹചര്യത്തിലൊക്കെ ഏറെ ഉപകാരപ്പെടും. വീണ്ടും യാത്ര തുടരുകയാണ്. ബസ് ജീവനക്കാരൻ നേരത്തെ തന്ന ടാഗുകളെല്ലാം തിരിച്ചു വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബസ് ഹാലോങ് ബേയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ തീരത്തോട് ചേർന്ന് ക്രൂസ് ബോട്ടുകളും സീ പ്ലെയിനുകളുമൊക്കെ കാണാം. അവയ്ക്കരികിൽ കാണുന്നതെല്ലാം ബോട്ട് ടെർമിനലുകളും ഓഫീസുകളുമൊക്കെയാണ്. ബസ്സിൽ നിന്നും ഇറങ്ങി ഇന്ന് ഇവിടെ ഒരു ക്രൂസ് ബോട്ടിൽ കറങ്ങി അതിൽ തന്നെ ഒരു രാത്രി താമസിച്ചുകൊണ്ടുള്ള പാക്കേജാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഗൈഡ് എല്ലാവരെയും ചെക്ക് ഇൻ ചെയ്ത് ബോട്ടിലേക്ക് കയറ്റാനുള്ള പരിപാടിയിലാണ്. ഇതാണ് ഇന്ന് ഞാൻ യാത്ര ചെയ്യാൻ പോകുന്ന ഹീര ക്രൂസിന്റെ ഓഫീസ്. തൊട്ടപ്പുറത്തായി ബോട്ടും കാണാം. ഹീര ഗ്രാൻഡ് ലക്ഷറി ക്രൂസ്, ഹീര ക്ലാസിക് ബുട്ടിക് ക്രൂസ്, അമാൻഡ ഹാലോങ് ക്രൂസ്, അമാൻഡ ലക്ഷറി ക്രൂസ് എന്നിവയാണ് ഹീര ക്രൂസിന്റെ പ്രധാന ബോട്ടുകൾ. ഇതിൽ ഹീര ക്ലാസിക് ബുട്ടിക് ക്രൂസാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിൽ 2 മുതൽ 4 വരെ ആളുകൾക്ക് താമസിക്കാവുന്ന സ്വീറ്റ് റൂമുകളും എക്സിക്യൂട്ടീവ് ബാൽക്കണി ക്യാബിൻ റൂമുകളും ഡീലക്സ് റൂമുകളുമാണ് ഉള്ളത്. ബോട്ടിൽ കയറാൻ ഇനിയും സമയമെടുക്കും. അതുവരെ ഇവിടേക്ക് ഒന്ന് ചുറ്റിക്കാണാം എന്ന് കരുതി. വലുതും ചെറുതുമായ നിരവധി ബോട്ടുകളാണ് ഇവിടെ യാത്രക്കാരെ കാത്തുകിടക്കുന്നത്. ഇവിടെ ബിയർ, കോഫി തുടങ്ങിയവയൊക്കെ കിട്ടുന്ന ഒരുപാട് ചെറിയ ഷോപ്പുകളുമുണ്ട്. ബോട്ടിനായി കാത്തിരിക്കുന്ന സഞ്ചാരികളെ ലക്ഷ്യമിടുന്ന കടകളാണ് ഇവയെല്ലാം. ഇവിടെ ഡേ ട്രിപ്പും ബോട്ടിൽ സ്റ്റേ ചെയ്തുള്ള ട്രിപ്പും നമുക്ക് തിരഞ്ഞെടുക്കാം. റൂമുകളുള്ള വലിയ ബോട്ടുകൾ, ലക്ഷറി ബോട്ടുകൾ, യോട്ടുകൾ തുടങ്ങി വ്യത്യസ്ത തരത്തിലുള്ള ബോട്ടുകളുണ്ട് ഇവിടെ. അങ്ങനെ അല്പസമയത്തിനു ശേഷം ഗൈഡ് ഞങ്ങളെ ബോട്ടിലേക്ക് ക്ഷണിച്ചു. അദ്ദേഹത്തിൻ്റെ പുറകെ ഞങ്ങളെല്ലാവരും ബോട്ടിലേക്ക് നടക്കുകയാണ്. യാത്രക്കാരെ ബോട്ടിലേക്ക് സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി വിയറ്റ്നാമീസ് കലാരൂപമൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ബോട്ടിന് പുറകുവശത്തെ വാതിലിലൂടെ വേണം അകത്തേക്ക് കയറാൻ. അകത്തളങ്ങളിൽ വുഡൻ ഫിനിഷ് നൽകിയിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു ബോട്ടാണിത്.
സ്റ്റെപ്പുകൾ കയറി ബോട്ടിലെ റെസ്റ്റോറൻറ്റിലേക്ക് എത്തി. Xin chào, welcome aboard. ഹായ്. Xin chào. Xin chào. Welcome aboard. താങ്ക് യു. Thank you. വെയിറ്റർമാർ എല്ലാവർക്കും വെൽക്കം ഡ്രിങ്ക് വിതരണം ചെയ്യുകയാണ്. Welcome drink, please. താങ്ക് യു. On today, I am very honored to be your tourist guide to escort you. ഗൈഡ് ഇന്നത്തെ ഞങ്ങളുടെ യാത്രയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ റൂമിൻ്റെ കീ കിട്ടിയിരിക്കുന്നു. ഇനി റൂമിലേക്ക് പോവുകയാണ്. 202 നമ്പർ മുറിയാണ് എൻ്റേത്. ഇത് 2 പേർക്ക് താമസിക്കാവുന്ന ഡീലക്സ് ക്യാബിൻ റൂമാണ്. ചെറുതാണെങ്കിലും നല്ലൊരു റൂമാണ് കിട്ടിയിരിക്കുന്നത്. റൂമിനോട് ചേർന്ന് ചെറിയൊരു ബാൽക്കണിയുമുണ്ട്. ബോട്ട് പതിയെ നീങ്ങിത്തുടങ്ങി. അകലെ വലിയ മലനിരകൾ കാണാം. ആഡംബര ബോട്ടായ ഒരു സൂപ്പർ യോട്ടാണ് ആ കാണുന്നത്. വളരെ എക്സ്പെൻസീവാണ് ഇത്തരം യോട്ടുകൾ. വിയറ്റ്നാമിൻ്റെ തലസ്ഥാനമായ ഹനോയിൽ നിന്ന് ഏകദേശം 170 കിലോമീറ്റർ കിഴക്കായി ക്വാങ് നിൻ പ്രവിശ്യയിലാണ് ഹാലോങ് ബേ സ്ഥിതി ചെയ്യുന്നത്. ചുണ്ണാമ്പ് പാറക്കെട്ടുകളും 2000-ഓളം ചെറുതും വലുതുമായ ദ്വീപുകളും ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണ് ഹാലോങ് ബേ. അസാധാരണമായ പ്രകൃതി സൗന്ദര്യവും ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യവും കാരണം 1994-ൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഹാലോങ് ബേ സ്ഥാനം പിടിച്ചു. അല്പസമയം കാഴ്ചകളൊക്കെ കണ്ട ശേഷം ലഞ്ച് കഴിക്കാനായി റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുകയാണ്. സൂപ്പ്, ബ്രെഡ്, ഫ്രൂട്ട്സ്, റൈസ്, നൂഡിൽസ്, വിയറ്റ്നാമീസ് സ്റ്റൈലിൽ കുക്ക് ചെയ്ത ഫിഷ് എന്നിവയടക്കം വളരെ വിശാലമായ ഒരു ബുഫേ സ്പ്രെഡാണ് ബോട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. സീ ഫുഡ് സൂപ്പ്, കുറച്ച് റൈസ്, ഫ്രൈഡ് പ്രോൺസ്, നൂഡിൽസ്, ഒരു ചിക്കൻ പീസ് എന്നിവയാണ് ഞാനെടുത്തത്. അവസാനം കുറച്ച് ഫ്രൂട്ട്സ് കൂടി കഴിച്ചു. ഭക്ഷണശേഷം റെസ്റ്റോറൻറ്റിൽ നിന്നും ബോട്ടിലെ ഓപ്പൺ ഡെക്കിലേക്ക് വന്നതാണ്. റിലാക്സ് ചെയ്ത് ഇരിക്കാൻ പറ്റിയ ഒരിടമാണ് ഇവിടം. ഇപ്പോൾ അകലെയുള്ള മലകളൊക്കെ കുറച്ചുകൂടി വ്യക്തമായി കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയാണ് ബോട്ട് നിയന്ത്രിക്കുന്ന ആളിരിക്കുന്ന സ്ഥലം. അവിടെ നിന്നും ഏറ്റവും മുകളിലെ ഡെക്കിലേക്ക് കയറി. ഉൾക്കടലിൽ നിറഞ്ഞു നിൽക്കുന്ന വലിയ ചുണ്ണാമ്പ് പാറകളും അവയോട് ചേർന്നുള്ള പച്ചപ്പും ഗുഹകളുമൊക്കെയാണ് ഇവിടുത്തെ പ്രധാന കാഴ്ചകൾ. കാലാവസ്ഥയിലുണ്ടായ മാറ്റങ്ങൾ മൂലം ഒരുപാട് വർഷങ്ങളെടുത്ത് രൂപപ്പെട്ടതാണ് കാസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ മേഖലയിലെ ചുണ്ണാമ്പ് പാറകൾ. വളരെ മനോഹരവും ശാന്തവുമായ ഒരിടമായതിനാൽ തന്നെ ഹാലോങ് ബേ വിയറ്റ്നാമിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. 1553 സ്ക്വയർ കിലോമീറ്ററോളം ഏരിയ ഉള്ള ഈ പ്രദേശത്ത് പണ്ടുകാലം മുതൽക്കേ മീൻപിടുത്തം തൊഴിലാക്കിയവർ താമസിച്ചിരുന്നു. എന്നാൽ കാലം മാറിയതോടെ മിക്ക ആളുകളും കരയിലെ മറ്റ് സ്ഥലങ്ങളിലേക്ക് താമസം മാറി. മുന്നിലൂടെ വലിയ കപ്പലുകളൊക്കെ പോകുന്നത് കാണാം. സാധനങ്ങളുമായി പോകുന്ന കാർഗോ വെസൽസ് ആണവ. വലുതും ചെറുതുമായ ധാരാളം ബോട്ടുകൾ നമുക്ക് മുന്നിലും പിന്നിലുമൊക്കെയുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ബോട്ടുകൾക്ക് പുറകിൽ മറ്റൊരു ചെറിയ ബോട്ട് കൂടി ബന്ധിപ്പിച്ചിരിക്കുന്നതായി കാണാം. ഇവിടെയുള്ള ഐലൻഡുകൾക്ക് അടുത്തേക്ക് വലിയ ബോട്ടുകൾക്ക് പോവാൻ സാധിക്കില്ല. അത്തരം സാഹചര്യങ്ങളിൽ അങ്ങോട്ട് സഞ്ചാരികളെ കൊണ്ടുപോകാനായാണ് ഇത്തരം ചെറിയ ബോട്ടുകൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും ചെറിയ ബോട്ടിലേക്ക് കയറുകയാണ്. ഇവിടെയുള്ള ഒരു വലിയ ഗുഹ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. പല ബാച്ചായിട്ടാണ് ചെറിയ ബോട്ടിലേക്ക് ആളുകളെ കയറ്റുന്നത്.
അങ്ങനെ ആദ്യത്തെ കുറച്ചു പേർ പോയിരിക്കുന്നു. ഇവിടെ ഇതുപോലുള്ള മീൻപിടുത്തക്കാരുടെ ചെറിയ ബോട്ടുകളും ഇടയ്ക്കൊക്കെ നമുക്ക് കാണാം. അങ്ങനെ ഞാനും ആ ചെറിയ ബോട്ടിലേക്ക് കയറി. അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം ബോട്ട് കേവിലേക്ക് പോകാനുള്ള സ്റ്റെപ്പുകൾക്ക് അരികിൽ അടുപ്പിച്ചു. Okay, sir and madam, we have time for photo. Anybody want to take photo with this? ഹാങ്സങ് സോട്ട് എന്നാണ് നമ്മൾ പോകുന്ന ഈ കേവിൻ്റെ പേര്. നല്ല തിരക്കുള്ളതുകൊണ്ടും കുത്തനെയുള്ള കയറ്റമായതിനാലും വളരെ പതിയെയാണ് മുന്നോട്ട് നടക്കുന്നത്. അങ്ങനെ നടന്ന് ഏകദേശം പകുതിയോളം എത്തിയിരിക്കുന്നു. അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് നീങ്ങി. അങ്ങനെ ഹാങ്സങ് സോട്ട് ഗുഹയ്ക്ക് മുന്നിലെത്തിയിരിക്കുന്നു. ഗുഹയ്ക്ക് ഉള്ളിലേക്ക് കയറി. സമുദ്രനിരപ്പിൽ നിന്നും 25 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ കേവ് 1901 ഫ്രഞ്ചുകാരാണ് കണ്ടുപിടിക്കുന്നത്. ബോഹോൻ ഐലൻഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ കേവിൻ്റെ ആകെ വലിപ്പം 1,80,000 സ്ക്വയർ ഫീറ്റാണ്. ചെറിയ സ്റ്റെപ്പുകളിലൂടെ നടന്നു വേണം ഗുഹയുടെ ഉൾഭാഗത്തേക്ക് എത്താൻ. അതുപോലെ ഇതിൻ്റെ വലിപ്പം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയുമാണ്. ഗുഹയെന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഇത്രയും വലിപ്പം പ്രതീക്ഷിക്കില്ല. വർഷത്തിൽ എപ്പോൾ വേണമെങ്കിലും ഇവിടം സന്ദർശിക്കാം. എങ്കിലും ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയാണ് ഗുഹ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. ഈ കാലയളവിൽ ഹ്യൂമിഡിറ്റി കുറവായിരിക്കും എന്നതാണ് അതിന് കാരണം. ഉള്ളിൽ ലൈറ്റുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളതിനാൽ പല രൂപത്തിലുള്ള റോക്ക് ഫോർമേഷനുകൾ നമുക്ക് വ്യക്തമായി കാണാം. അങ്ങനെ ആ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളൊക്കെ കണ്ട് ഗുഹയിൽ നിന്നും തിരിച്ചിറങ്ങാനുള്ള ഒരുക്കത്തിലാണ്. മലമുകളിൽ നിന്ന് കടൽ ഇങ്ങനെ കാണാൻ മനോഹരമാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ മലകളെ ചുറ്റിപ്പറ്റി കടലിൽ നിറയെ ബോട്ടുകളാണ് കാണാൻ സാധിക്കുക. കേവിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു കടയും പ്രവർത്തിക്കുന്നുണ്ട്. സുവനീർ, ബിയർ, മറ്റു പാനീയങ്ങൾ തുടങ്ങിയവയൊക്കെ കിട്ടുന്ന കടയാണിത്. വിയറ്റ്നാമിൽ എവിടെ ചെന്നാലും ബിയർ സുലഭമായി കിട്ടും. കുത്തനെയുള്ള സ്റ്റെപ്പുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ താഴെ എത്തി. ഇനി നമ്മൾ ഇങ്ങോട്ട് വന്ന ചെറിയ ബോട്ടിൽ കയറി അല്പസമയം യാത്ര ചെയ്തു വേണം പ്രധാന ബോട്ടിലേക്ക് എത്താൻ. ഇവിടെ ഞാൻ കണ്ട ഒരു പ്രധാന സവിശേഷത ഈ ചെറിയ ബോട്ടിൽ നിന്നും വലിയ ബോട്ടിലേക്ക് കയറുന്നതാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന ബോട്ടിലേക്ക് വേണം നമ്മൾ കയറാൻ. ചെറിയ ബോട്ട് വലിയ ബോട്ടിൻ്റെ പുറകുവശത്തേക്ക് അടുപ്പിക്കും. എന്നിട്ട് വേണം നമുക്ക് ബോട്ടിനകത്തേക്ക് കയറാൻ. വീണ്ടും അടുത്ത സ്ഥലവും തേടി മുന്നോട്ടുള്ള യാത്രയിലാണ്. ഞാൻ ഫെബ്രുവരി മാസത്തിലാണ് ഇവിടം സന്ദർശിച്ചത്. ഫെബ്രുവരി അവസാനം വരെയും ഇവിടെ നല്ല തണുപ്പാണ്. ഒട്ടും ചൂടില്ലാത്ത കാലാവസ്ഥയിൽ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് ഇങ്ങനെ യാത്ര ചെയ്യാൻ ഒരു പ്രത്യേക ഫീലാണ്. കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം വീണ്ടും ചെറിയ ബോട്ടിലേക്ക് കയറി. ഇപ്പോൾ പോകുന്നത് കയാക്കിങ്ങിനായാണ്. വലിയൊരു ബോട്ടിംഗ് ഏരിയയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ കയാക്കുകളും ഇതുപോലുള്ള തുഴച്ചിലുകാർ ഉള്ള ബോട്ടുകളും ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഇവിടെ നിന്നും ബോട്ടിൽ കയറി ആ കാണുന്ന ഗുഹയിലൂടെ വേണം മുന്നോട്ട് പോകാൻ. അങ്ങനെ ഞാനും ഒരു കയാക്കിൽ കയറി തുഴയാൻ ആരംഭിച്ചു. ഇതിൽ കയറുമ്പോൾ ലൈഫ് ജാക്കറ്റ് നിർബന്ധമായും ധരിച്ചിരിക്കണം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിച്ചിരിക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ഇവിടം. നാലുപാടും വലിയ മലകളും അതിനു നടുവിലൂടെയുള്ള ബോട്ടിങ്ങും കയാക്കിങ്ങും വളരെ മനോഹരമായ നിമിഷങ്ങളാണ് നമുക്ക് സമ്മാനിക്കുക. കാഴ്ചകളൊക്കെ കണ്ട് കയാക്കിൽ അങ്ങനെ തുഴയുകയാണ്.
ആ കാണുന്ന ഗുഹയ്ക്ക് ഉള്ളിലൂടെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ നമ്മൾ കയാക്കിൽ കയറിയ ഇടത്തേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. കയാക്കിൽ നിന്നും ഇറങ്ങി ഇങ്ങോട്ട് വന്ന ചെറിയ ബോട്ടിൽ കയറാനായാണ് നടക്കുന്നത്. Yeah, ladies and gentlemen. You're very smart. Yeah. From now on to dinner, okay? And we know. അങ്ങനെ ചെറിയ ബോട്ടിൽ നിന്നും ഞങ്ങളെ ഇങ്ങോട്ട് എത്തിച്ച വലിയ ബോട്ടിലേക്ക് കയറി. സൂര്യൻ അസ്തമിച്ചു തുടങ്ങിയിരിക്കുന്നു. ഉൾക്കടലിൽ ബോട്ടിൽ നിന്നങ്ങനെ അസ്തമയം കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇന്നത്തെ യാത്ര അവസാനിപ്പിച്ച് ബോട്ടുകളൊക്കെ നങ്കൂരമിട്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ഈ ബോട്ടിലാണ് ഞാൻ ഉറങ്ങാൻ പോകുന്നത്. നമ്മുടെ ആലപ്പുഴയിലെ ഹൗസ് ബോട്ട് പോലെ തന്നെയാണ് ഇവിടെയും. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓരോ സ്ഥലങ്ങൾ കണ്ടുകൊണ്ട് യാത്ര ചെയ്യും. ഒപ്പം ഭക്ഷണവും ലഭിക്കും. വൈകുന്നേരത്തോടെ ഉൾക്കടലിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിർത്തിയിടുന്നു. അന്ന് രാത്രി യാത്രക്കാർ ആ ബോട്ടിൽ തന്നെ തങ്ങും. ആലപ്പുഴയിൽ കായലാണെങ്കിൽ ഇവിടെ കടലും വലിയ ബോട്ടുകളുമാണെന്ന് മാത്രം. സന്ധ്യയായതോടെ ബോട്ടുകളിലെല്ലാം ലൈറ്റുകൾ തെളിഞ്ഞിരിക്കുന്നു. Yes, like this. And then you put this one in the middle. ബോട്ടിനുള്ളിൽ സഞ്ചാരികൾക്കായുള്ള ഒരു കുക്കിംഗ് ക്ലാസ് നടക്കുകയാണ്. ഏതോ ഒരു വിയറ്റ്നാമീസ് വിഭവമാണ് ഉണ്ടാക്കുന്നത്. അതൊക്കെ കുറച്ചു നേരം കണ്ടതിന് ശേഷം ഡിന്നർ കഴിക്കാനിരുന്നു. Okay. Yes. Thank you. Oh, for you. Thank you. For the bún chả from വേവിച്ചെടുത്ത വലിയ പ്രോൺസും ബൂംചയുമൊക്കെയാണ് വിഭവങ്ങൾ. അങ്ങനെ ആ വിഭവങ്ങളൊക്കെ കഴിച്ച് അന്നത്തെ ദിവസം അവസാനിച്ചു. ഹാലോങ് ബേയിലെ രാവിലത്തെ കാഴ്ചയാണ്. ഇന്നലെ രാത്രി നിർത്തിയിടത്തു നിന്നും ബോട്ട് അല്പം മാറിയിരിക്കുന്നു. രാവിലെ തന്നെ ചെറിയ ബോട്ടിലേക്ക് വീണ്ടും കയറുകയാണ്. ടീ ടോപ്പ് ഐലൻഡിലേക്കാണ് പോകുന്നത്. അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം ഐലൻഡിലേക്കെത്തി. ആയിരത്തി 1962 വിയറ്റ്നാമിന്റെ ആദരണീയനായ പ്രസിഡന്റായിരുന്ന ഹോച്ചിമിനും റഷ്യൻ ബഹിരാകാശ യാത്രികനായിരുന്ന ഗർമൻ സ്റ്റെപാനോവിച്ച് ടീറ്റോഫും ഇവിടം സന്ദർശിക്കുകയുണ്ടായി. ഒരു ദിവസം മുഴുവൻ ഭ്രമണപഥത്തിൽ ചെലവഴിച്ച ആദ്യത്തെ മനുഷ്യനായിരുന്നു ഗർമൻ ടീറ്റോഫ്. അന്നത്തെ സന്ദർശന വേളയിലാണ് ഈ ദ്വീപിന് ടീടോപ്പ് എന്ന പേര് ഹോച്ചിമിൻ നൽകിയത്. ഇവിടെ ഗർമൻ ടീറ്റോഫിന്റെ ഒരു പ്രതിമയും കാണാം. ഇന്ന് ഇവിടം ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് ഏരിയയാണ്. വർഷത്തിൽ 50 ലക്ഷത്തിലധികം സഞ്ചാരികളാണ് ഈ ഐലൻഡിലേക്ക് എത്തുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ബീച്ചിൽ ഐലൻഡ് സന്ദർശനത്തിന് ശേഷം കുളിക്കാൻ ഇറങ്ങാവുന്നതാണ്. നല്ല വൃത്തിയുള്ള ഒരു ചെറിയ ബീച്ചാണിത്. ഇവിടെ അത്യാവശ്യം പാനീയങ്ങളും ഭക്ഷണവുമൊക്കെ കിട്ടുന്ന ഒരു കടയുണ്ട്. തൊട്ടു മുന്നിലായി തന്നെ ഇരിക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു. മാങ്ങ, കരിമ്പ്, ചക്ക തുടങ്ങിയവയൊക്കെ ഇവിടെ വിൽപ്പനയ്ക്ക് വച്ചിട്ടുണ്ട്. അങ്ങനെ മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറുകയാണ്. കുത്തനെയുള്ള സ്റ്റെപ്പുകളാണ്. സ്റ്റെപ്പുകളൊക്കെ കയറി മുകളിലെത്തിയാൽ ഇതാണ് കാഴ്ച. ഇവിടെ നിന്ന് കടലിൻ്റെയും സമീപ പ്രദേശങ്ങളുടെയും വിശാലമായ വ്യൂ നമുക്ക് ലഭിക്കും. കടലും പച്ചപ്പും ബോട്ടുകളുമൊക്കെയായി മനോഹരമായ കാഴ്ചയാണ്. ആ കാഴ്ചകളൊക്കെ കണ്ട് പടവുകളിലൂടെ തിരിച്ചിറങ്ങുകയാണ്. കുത്തനെയുള്ള ഇറക്കമായതിനാൽ വളരെ ശ്രദ്ധിച്ചു വേണം ഇറങ്ങാൻ. അല്പമൊന്ന് ശ്രദ്ധ പാളിയാൽ അപകടം സംഭവിച്ചേക്കാം. അങ്ങനെ താഴേക്കെത്തി. സഞ്ചാരികളെല്ലാം ബീച്ചിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇങ്ങോട്ട് എത്തുന്നവർക്ക് ഒരു കുളിയൊക്കെ പാസാക്കി അല്പസമയം ഇവിടെ വിശ്രമിക്കാവുന്നതാണ്. കുറച്ച് സമയത്തിനു ശേഷം സഞ്ചാരികൾ ഓരോ ഗ്രൂപ്പായി തിരിച്ചു പോയി തുടങ്ങി. ഞാനും ചെറിയ ബോട്ടിലേക്ക് കയറുകയാണ്. അങ്ങനെ വീണ്ടും നമ്മുടെ ക്രൂസ് ബോട്ടിലേക്ക് എത്തി.
ഡെക്കിലേക്ക് കയറി കാഴ്ചകൾ പകർത്തുകയാണ്. വലിയ ജോലിത്തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് ഒന്ന് റിലാക്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരിടമാണ് ഹാലോങ് ബേ. കാഴ്ചകളൊക്കെ കണ്ട് വളരെ ശാന്തമായി ബോട്ടിലിരിക്കാം. ഇടയ്ക്കൊക്കെ നമ്മൾ നേരത്തെ കണ്ട പോലുള്ള ഗുഹയും ഐലൻഡുകളുമൊക്കെ സന്ദർശിക്കാം. കടലിൽ കുളിക്കാം. അങ്ങനെ നിരവധിയാണ് ഹാലോങ് ബേയിലെ വിശേഷങ്ങൾ. ഈ പോകുന്നത് ഒരു ബാർജാണ്. ചരക്കുകൾ കൊണ്ടുപോകാനുള്ള ഒരു വെസലാണ് ഇതും. ബോട്ട് ഇപ്പോൾ നമ്മൾ കയറിയ ഇടത്തേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനമായി ഒരു ബ്രഞ്ച് കൂടി ബോട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ച് ബോട്ടിൽ നിന്നും ഇറങ്ങാനുള്ള ഒരുക്കത്തിലാണ്. എക്സ്ട്രാ ബിൽ വല്ലതുമുണ്ടെങ്കിൽ ഇറങ്ങുന്നതിനു മുൻപായി ഈ കൗണ്ടറിൽ അടയ്ക്കണം. അങ്ങനെ ബോട്ടിൽ നിന്നും ഇറങ്ങി തീരത്തേക്ക് നടന്നു. മനസ്സിൽ മുഴുവനും ഹാലോങ് ബേയുടെ മനോഹരമായ ചിത്രങ്ങളാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വിയറ്റ്നാം വിശേഷവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.